എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോവാതെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 12-ാം തീയതിക്കകം വിദ്യാർത്ഥികൾക്ക് SPE പേ വഴി മാത്രം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മറ്റു രീതിയിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഫീസ് അടക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ആ ഒരു പ്രക്രിയയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 990 രൂപയാണ് വരിക. SC/ST വിഭാഗത്തിന് 925 രൂപയുമാണ് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ admission.kannur.university.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടമാവുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അഡ്മിഷൻ ഫീസ് അടക്കുക എന്നുള്ളതാണ്. അഡ്മിഷൻ ഫീസ് അടക്കാനായിട്ട് വളരെയധികം സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം പേ ഫീസ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താണ് വിദ്യാർത്ഥികൾ ഫീസ് അടക്കേണ്ടത്. അല്ലാതെ മറ്റു രീതിയിൽ വിദ്യാർത്ഥികൾ ഫീസ് അടക്കാനായിട്ട് പാടില്ല. ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം പേ ഫീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ ഒരു ഫീസ് അടച്ച ശേഷം ഉറപ്പാക്കേണ്ടതാണ്. കാരണം പ്രൊഫൈലിൽ വന്നിട്ടില്ലെങ്കിൽ ഫീസ് അടച്ചിട്ടില്ല എന്നാണ് കരുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രൊഫൈലിൽ നിങ്ങളുടെ ആ ഒരു ഫീസ് അടച്ചത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ പിന്നീട് യാതൊരുവിധ കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 14-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരല്ലെങ്കിലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ അഡ്മിഷൻ ഫീസ് യഥാസമയം അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണ് എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ച ശേഷം അവരുടെ ഹയർ ഓപ്ഷനുകൾ 12-ാം തീയതിക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന റദ്ദ് ചെയ്യുന്ന ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും പിന്നീട് അത് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കാനായിട്ട് ആ ഒരു രീതിയിൽ പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതല്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതും അതുപോലെ തന്നെ അവർ രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. ഇതിൽ പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻസ് ആണ് സാധാരണഗതിയിൽ നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ 20 ഓപ്ഷൻസ് നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ 20 ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻസാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 9ഉം 10ഉം ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1 മുതൽ 7 വരെയുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം ഈ ഒരു അഡ്മിഷൻ ഫീസ് ആയിട്ടുള്ള 990 ആണോ അല്ലെങ്കിൽ 925 ആണോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്കുള്ള ആ ഒരു ബട്ടൺ ആ ഒരു ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ കാണുന്ന ആ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. പേ ഫീസ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉറപ്പുവരുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് തന്നെ മതി, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫീസ് അടച്ച വിവരങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഓൾറെഡി അവിടെ ഫീസ് അടച്ച ആ ഒരു സീറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു 4ാമത്തെ ഓപ്ഷൻ വേണം എന്ന് പറഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് പകരം വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസ് അടക്കുക. ഫീസ് അടച്ച ശേഷം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 1 മുതൽ 7 വരെയുള്ള ഓപ്ഷൻസിനെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് അടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫീസ് അടക്കേണ്ടത് ലോഗിൻ ചെയ്ത ശേഷം പേ ഫീസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഫീസ് അടച്ച ശേഷം ആ ഒരു വിവരങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കോളേജ് പ്രവേശനം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഉണ്ടാവുക.
ഉണ്ടാവുക. കാരണം ഒന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റിലേക്കുള്ള രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നടത്തും. അത് 14-ാം തീയതിയാണ് വരിക. അപ്പോൾ ജൂൺ 14-ാം തീയതി വന്ന ശേഷം നിങ്ങൾക്ക് 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് അതത് കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടത്. അതുപോലെ തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എവിടെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് കാര്യം അറിയില്ല. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചവർക്ക് കോളേജുകളിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരാക്കണം. ഒന്നാമത്തേത് ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, രണ്ടാമത്തേത് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായിട്ട് അടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, അതായത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അത് TC ആണ്, കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ അസൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് SC/ST വിഭാഗക്കാർക്ക്, കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ രേഖ, OEC വിഭാഗങ്ങൾക്ക്, EWS വിഭാഗത്തിലാണെങ്കിൽ തെളിയിക്കുന്നതിനുള്ള തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് EWS ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക്, അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് EWSൻ്റെ ആ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രമേ EWSൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതുള്ളൂ. അതുപോലെ തന്നെ അസൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അത് SC/BC വിഭാഗക്കാർക്കാണ്. അതുപോലെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അസൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ HSC, VHSC, THSLC, CBSE, CISC, അതായത് ICSE ആണ്. അതുപോലെ തന്നെ NIOS, അതുപോലെ തന്നെ ഈ ഒരു കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ, അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് എന്നിവ, അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു SBE Pay വഴി മാത്രം, അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പേ ഫീസ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.